നമ്മൾ വയലട വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ പാറക്കെട്ട്. ഇതിന്റെ മുകളിൽ നിന്ന് കയറിയുള്ള വ്യൂ വെച്ചാൽ അപാര വ്യൂ കേട്ടോ. കോഴിക്കോടിൻ്റെ ഗവിയിലേക്കാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര, വയലടയിലേക്ക്. നിങ്ങൾ എത്ര പേര് വയലട പോയിട്ടുണ്ട്? നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരിക്ക് അടുത്തായിട്ട് വയലട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാർക്കൊക്കെ പരിചിതമായിരിക്കും, എന്നാൽ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 45-50 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് ദൂരം വരുന്നത്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണട്ടോ ഇവിടുത്തെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് വന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വയലട ഇവിടെ താഴെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മേലോട്ട് കയറാണ് കേട്ടോ. അപ്പം നമ്മൾ ബാലുശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് ദൂരം വരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം മേലോട്ടേക്ക് വണ്ടിയുടെ മുകളിൽ നമ്മൾ എക്സ്പ്രസിൻ്റെ മുകളിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി മുകളിലൂടെ കയറി കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5.5 കിലോമീറ്ററാണ് മേലോട്ട് കാണിക്കുന്നത്. കുത്താനുള്ള കയറി കേട്ടോ മേലോട്ടേക്ക് വരുന്നത്. നിങ്ങൾ വൈകുന്നേരം കഴിയുന്നതും രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എത്താൻ നോക്കട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. എന്താ വെച്ചാൽ നമുക്ക് ക്യാമറയിൽ ലൈറ്റ് വേണമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് എന്തായാലും ഒന്ന് ലൈറ്റൊക്കെ വന്നതിന് ശേഷം ഇറങ്ങാമെന്ന് വെച്ചായിരുന്നു. അപ്പോൾ വരുന്നവരെന്തായാലും ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപാര ആംബിയൻസ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 7-8 മണി ആവാനായിരിക്കുന്നത്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് ഏകദേശം പറഞ്ഞവരെ ഒരു 5 കിലോമീറ്റർ അടുത്ത് ഇനിയിപ്പോൾ ദൂരം അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ മുതൽ നേരെടുക്ക് നല്ല റോഡ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞേ ഉള്ളൂ. ടാറിങ് കഴിഞ്ഞ് ടാർ ഉണങ്ങിയില്ല എന്ന് പറയാം. അത്രക്ക് നീറ്റാട്ടോ ഇപ്പോഴത്തെ റോഡ്. ആദ്യം കുറച്ച് മോശമായിരുന്നു റോഡൊക്കെ. ഇപ്പം തന്നെ തണുപ്പ് വരാൻ തുടങ്ങിയിട്ടോ. നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ തണുപ്പുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അത്യാവശ്യം നമുക്ക് എന്തായാലും വയനാട് ചുരമൊക്കെ കയറി മേലെത്തുമ്പോഴുള്ള തണുപ്പില്ല. ആ തണുപ്പാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ വരെയൊക്കെ ബസ് കിട്ടും കേട്ടോ. ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് ഈ റോഡാട്ടോ പോകേണ്ടത് വയനാട് വ്യൂ പോയിന്റിലേക്ക്. മുകളിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് ഇവിടെ, ചെറിയൊരു ഓഫ് റോഡ്. എന്തായാലും കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ താഴെ വ്യൂ പോയിൻ്റ് താഴെ എത്തിക്കുന്നത്. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് മേലുള്ള നടക്കാൻ കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. വണ്ടി അപ്പോൾ ഇവിടെ വരെ വരുള്ളൂ കേട്ടോ. ഇനി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മേലോട്ട് നടക്കണം. എന്തായാലും ഞാൻ നടന്നു നോക്കാം. അത്യാവശ്യം വെയിലായിരിക്കുന്നുണ്ടോ അപ്പോൾ. ഇവിടെ നമുക്ക് ബോർഡില്ല, വയലട. ഇതിലാണ് നമുക്ക് അങ്ങോട്ട് കയറേണ്ടത് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഉണ്ടോ അവിടെ. നമുക്കിപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് കയറി പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് മേലോട്ട് കയറാണ്ട്. നല്ല സ്റ്റെപ്പാട്ടോ വരുന്നത്. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും. ഇവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ അവിടേക്ക് മേലെ നിന്ന് കുത്തി ഒലിക്കുക ചെയ്യുക. ആ സമയത്തൊക്കെ വരണം ശരിക്കും. അവിടെ നമ്മുടെ ബൈക്ക് അവിടെയാണ് വെച്ചത്. കുറച്ച് ദൂരം ഇങ്ങനെ കയറാണ്ട് മേലോട്ടേക്ക്. കുറച്ച് ദൂരം ഇങ്ങനെ മേലോട്ട് കയറാണ്ട് കേട്ടോ. പക്ഷേ തോനൊന്നുമില്ല. കുറച്ചെന്താ വെച്ചാൽ ചെറിയൊരു അഡ്വഞ്ചറാണ്. കയറ്റം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ടുള്ള വഴികൾ.
ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിവിടുന്ന് കുനിഞ്ഞ് വേണം ഉള്ളിലോട്ട് കയറാൻ. ഒരു ചരിവ് കൂടിയാണ്, ഇങ്ങനെ ശ്രദ്ധിച്ച് കയറണം വരുന്നവരൊക്കെ. എന്തായാലും കണ്ടില്ല, താഴോട്ടേക്ക് നമുക്ക് വെയിലൊക്കെ ഉണ്ട്, എന്നാലും താഴോട്ടേക്ക് ഒരു കൊക്ക മാതിരി കേട്ടോ. ചെറിയൊരു ചരിവാണ്. ഇവിടെ അത്യാവശ്യം ഒരു വലുപ്പമുള്ളൊരു കയറ്റം വരുന്നുണ്ട്. വയസ്സായവരൊക്കെ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കയറേ. ഉള്ളു പാറക്കെട്ടുകളാണ്. കുറച്ച് ദൂരം ഇങ്ങനെ മേലെ വരെ കയറാൻ കേട്ടോ. തോനെ ദൂരമില്ല, പക്ഷെ ഉള്ളത് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കണ്ടില്ലേ ഉള്ളു പാറക്കെട്ടുകളാണ്. ഓ ഏകദേശം എത്തിട്ടോ. അപ്പോൾ ഇതാണ് വയലയുടെ വ്യൂ പോയിന്റ്. നമുക്ക് ആ മൂലക്കലേക്ക് പോയി നോക്കാം. അവിടെയാണ് ഒരു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കാണുന്ന ഒരു പാറുണ്ട്, അത് അപ്പുറത്താണ്. അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും നമുക്ക് മേലോട്ട് കയറി നോക്കട്ടോ ഒന്ന്. ഏകദേശം 2000 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തോണിക്കടവ്, കരിയത്തുംപാറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന കേട്ടോ. അപാര വ്യൂ അവിടെ നിന്നുള്ളത് കാഴ്ച. നമ്മളിവിടെ നോക്കിയാൽ കണ്ടില്ലേ, അവിടെ താഴെ നമുക്ക് ഏകദേശം അവിടെ ആയിട്ടാണ് തോണിക്കടവ് വരുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് കൂടെ പോയി നോക്കാം. കരിയാത്തുംപാറൊക്കെ അവിടെ കക്കയം ഡാമൊക്കെ നമുക്ക് ഇവിടുന്ന് ആ ഏരിയയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഫുള്ള് കോടയിൽ മൂടി കിടക്കുക കേട്ടോ. നമ്മൾ വയലട വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ പാറക്കെട്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കയറിയുള്ള വ്യൂ വെച്ചാൽ അപാര വ്യൂ കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. താഴോട്ടൊക്കെ ഒക്കെയാണ്, പക്ഷേ സേഫാണ്. താഴെ ബാരിക്കേഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. വരുന്നവർക്ക് എന്തായാലും ഒന്ന് വന്ന് കയറി ഇരുന്നിട്ട് ഇവിടെ താഴെ നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് നല്ലൊരു വ്യൂ കേട്ടോ. താഴോട്ടേക്ക് കൊക്കയാണ്. നമ്മൾ നേരത്തെ പോയിരുന്നത് അവിടെയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് താഴോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ. അവിടെയാണ് നമ്മളെ തോണിക്കടവ് വരുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഇനി. സ്ഥലം എങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് തോണിക്കടവിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വയലട വരികയാണെങ്കിൽ എന്തായാലും തോണിക്കടവ് വരണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര മിസ്സാട്ടോ. അതേമാതിരി നമ്മൾ കക്കയം വരികയാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെയൊക്കെ കറങ്ങും കേട്ടോ. നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു വരാൻ പറ്റുന്നതാണ്. തോണിക്കടവ് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. കറക്റ്റായിട്ട് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കട്ടോ. വയലടയിലേക്ക് വന്ന അതേ റൂട്ടിൽ തന്നെ നമ്മൾ തോണിക്കടവിലേക്ക് പോകട്ടോ. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇനി ഏകദേശം 10 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ തോണിക്കടവിലേക്ക് കാണിക്കുന്നത്. 23 മിനിറ്റ് കേട്ടോ. സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോണിക്കടവ് എത്താം. നമുക്ക് കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇവിടെ തോണിക്കടവിലാണ് വന്ന് നിൽക്കുക. അവിടെ നിന്നാണ് പിന്നെ ഒരു വഴി കണ്ടോ. ഇതാണ് തോണിക്കടവ് വരുന്ന സ്ഥലം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ വയലടേൻ്റെ ഇറക്കം ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ഏകദേശം അപ്പോൾ വയലടേൻ്റെ ഇറക്കൊക്കെ ഇറങ്ങി താഴെ എത്താനായിരിക്കും കേട്ടോ. നമ്മൾ വയലടയിൽ നിന്ന് വന്ന അതേ സെയിം റൂട്ടിൽ മുന്നോട്ട് വന്നാലാണ് നമ്മൾ തോണിക്കടവിലേക്ക് പോകട്ടോ.
ഏറ്റവും നന്നാവുക നമ്മൾ ആദ്യം വയലട വന്നിട്ട് പിന്നെ തോണിക്കടലിൽ പോകുന്നതായിരിക്കും. കാരണം ഇവിടെ മേലെ മലേൻ്റെ മുകളിൽ കൊണ്ട് പെട്ടെന്ന് വെയിലായി ചൂടാവും. തോണിക്കട വന്നാലും കുറേ മരങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ വരുന്നവർ ആദ്യം തന്നെ വയലട വരാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വയലട വന്നതിന് ശേഷം രാവിലെ വന്നതിന് ശേഷം നമ്മൾ തോണിക്കടലിൽ പോകുക. നമ്മൾ വയലട അവിടെ മുകളിൽ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. പിന്നെ നേരെ ഇവിടുന്ന് ഇനി ഒരു 4-5 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തോണിക്കടവ് എത്താം. തോണിക്കടവ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് തോണിക്കടവിൽ അവിടെ സ്റ്റോറായി നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ആ വഴി ഇങ്ങനെ ഒഴുകി പോകുന്നത് നല്ല രസമാട്ടോ അവിടെ. തോണിക്കടവിൻ്റെ യഥാർത്ഥ ഭംഗിയാണെങ്കിൽ നമ്മൾ വരുന്ന വഴി റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതാണ് വ്യൂ. ഏതാല്ലേ ഭംഗി. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അതിലേ ഇങ്ങനെ പോകാൻ പറ്റാൻ എന്താ പോയി നോക്കാം, മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ആമ്പലുണ്ടായിരിക്കുന്നത് ഫുള്ളായിട്ട് ചുവന്ന ആമ്പലുള്ള താമര ഇങ്ങനെ സൈഡിൽ കൂടെ ഉണ്ടല്ലേ. സംഭവം അടിപൊളി കേട്ടോ. എന്തായാലും നമുക്ക് ഇനി അങ്ങനെ അപ്പുറത്തേക്ക് പോയി നോക്കാം, അവിടെ ഇറങ്ങാൻ പറ്റുമെന്നുള്ള. അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ ഈ മലേൻ്റെ മുകളിൽ അവിടെ നിന്ന് ഇവിടുന്നാണ് ഇറങ്ങി വീഴുന്നത് കേട്ടോ. നമ്മുടെ വയലട ഇതിലേതൊരു ഏത് മലയാണ് കറക്റ്റ് മലയാണെന്ന് കറക്റ്റായി അറിയില്ല. എന്തായാലും അത് ഈ മല കക്കയം ഡാമിൻ്റെ മലയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ തോണിക്കടവ് എത്തിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തോണിക്കടലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളമൊക്കെ കുറവാണ്, ഫുള്ള് വറ്റി വരണ്ട് കിടക്കാണ്, ഫുള്ള് പുല്ലൊക്കെ എന്താ പറയുക കരിഞ്ഞ് കിടക്കാണ്. അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നല്ല ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ട് പെട്ടെന്ന് ചാടി കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. മഴക്കാലത്ത് അടിപൊളിയാണ്, നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇപ്പോഴും കുളിക്കുക, പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വയലട അല്ലെങ്കിൽ കക്കയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇങ്ങോട്ടേക്കായി മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം ഇപ്പോൾ കാണാനൊന്നുമില്ല കേട്ടോ ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ അടിപൊളി സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക, അതൊക്കെ ഏറ്റവും നന്നാവുക. നമ്മൾ വയലട വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതുപോലെ നമ്മൾ കക്കയം ഡാമിൻ്റെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ലിങ്ക് മേലെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.